പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത് അല്ലേ. ഈ പരിശുദ്ധ മാസത്തിൽ ഇന്നു മുതൽ മഗ്‌രിബിന് ശേഷം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബം മുടിഞ്ഞു പോകും. മാത്രമല്ല, പരീക്ഷ എഴുതുന്ന കുഞ്ഞു മക്കൾ നിങ്ങൾക്കുണ്ടോ? പരീക്ഷയിൽ അവർ തോൽക്കാൻ പോലും കാരണമാവും. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം നിറഞ്ഞ ഇസ്മു കൂടെ പഠിപ്പിച്ചു തരട്ടെ. ഈ ഇസ്മു ഹൃദ്യമായി നമ്മൾ പറയുന്നത് പോലെ ഒന്ന് ചൊല്ലിയാൽ നിങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത വിഷയം മാത്രമല്ലാന്നേ. മക്കൾ നന്നാകാത്തത് ദാരിദ്ര്യമാണ്, മക്കൾ ഉപദ്രവിക്കുന്നത് ദാരിദ്ര്യമാണ്, കുടുംബത്തിലെ സമാധാനക്കേട് ദാരിദ്ര്യമാണ്, ഭക്ഷണമില്ലായ്മ ദാരിദ്ര്യമാണ്, സമാധാനമില്ലായ്മ ദാരിദ്ര്യമാണ്. ഈ ദാരിദ്ര്യമൊക്കെ പടച്ചോൻ എടുത്തു മാറ്റിക്കളഞ്ഞ് നിങ്ങൾക്ക് സമ്പന്നത തരും, സമാധാനം തരും. ഏതാണ് ഇസ്മ നമുക്ക് പഠിക്കണ്ടേ? അതുമാത്രമല്ല, ഈ മാസം കഴിഞ്ഞ റജബ് മാസത്തിൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളുടെ വിജയി എന്ന് പ്രഖ്യാപിക്കണം. ശഅബാനിൽ അതുപോലെ 11,000 രൂപയാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത്. ശഅബാനിലെ ചോദ്യം ഇന്ന് തുടങ്ങണം. അള്ളാഹു അതെല്ലാം ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അന്വർത്ഥമാക്കാനും തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ മുഴുവനായി കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മെ ഏറ്റെടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സുബഹുൽ ഖൈർ ഒരു റോഡ് സൈഡിൽ ഒന്ന് ഇരുട്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അങ്ങനെ എന്നാലും സ്വബാഹുൽ ഖൈർ മുടക്കരുത് എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സ്വബാഹുൽ ഖൈറിലൂടെ ജീവിതം ഭംഗിയായി അള്ളാഹു തൃപ്തിപ്പെടുന്നത് പോലെ ജീവിച്ച് നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് ആ സന്തോഷം അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പുണ്യ ശഅബാനിലാണ് നമ്മളുള്ളത് അല്ലേ. മുത്തുനബിയുടെ മാസം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണമെന്ന് ആ കൽപ്പന മനോഹരമായി അള്ളാഹു ഇറക്കിയത് ഈ പരിശുദ്ധ മാസത്തിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം. സ്വലാത്ത് ധാരാളം ചൊല്ലണം കേട്ടോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിന് അള്ളാഹു അത് നിമിത്താക്കി തരട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ പറയാം. നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്ന സംഗതികൾ അന്നന്നത്തേക്ക് മാത്രം ചെയ്യാനുള്ളതൊന്നുമല്ല കേട്ടോ. നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്നു, അത് നമ്മുടെ ലൈഫ് ലോങ് അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നൊരു വിഷയം എന്ന് വെച്ചാൽ ശഅബാനിലെ മഗ്‌രിബ്. ശഅബാനിലെ മഗ്‌രിബ് മാത്രമൊന്നുമല്ല, ശഅബാനിലെ മഗ്‌രിബ് മുതൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് റമളാനിലെ മഗ്‌രിബ് അടിപൊളിയാവുക. റമളാനിൽ ശ്രദ്ധിച്ചാലാണ് ബാക്കി ഒരു കൊല്ലം മനോഹരമായി തീരുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്ന വിഷയങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതാണെന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം മാത്രം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ലൈഫ് ലോങ് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി നമ്മൾ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ഇരുട്ടാണ്. ഏതായാലും അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത്തെ സംഭവം അത് മഗ്‌രിബ് നിസ്കാരം തന്നെയാണ്. മഗ്‌രിബ് നിസ്കരിക്കുന്ന ആളുകളുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? കൃത്യമായിട്ട് ഉണ്ട്. പക്ഷേ മറ്റ് നിസ്കാരങ്ങളൊന്നും നിസ്കരിക്കാതെ മഗ്‌രിബിന് മാത്രം പ്രത്യേകത കാണിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. അതായത് മനുഷ്യന്മാരുടെ മേൽ, മുനാഫിക്കുകളുടെ മേൽ ഭാരാണെന്ന് പഠിപ്പിക്കപ്പെട്ട 2 നിസ്കാരമാണ് ഇത്, സുബ്ഹിയും അസറും. ഇത് ഭയങ്കര പാടാണ് നിസ്കരിക്കാനായിട്ട്, ഭയങ്കര മടിയാണ്. അസറിന് ഭയങ്കര മടിയാണ്. എന്നാൽ ഈ മടിയന്മാരൊക്കെ കൂടെ മഗ്‌രിബിന് പള്ളിയിൽ നോക്കിയാൽ ഭയങ്കര തിരക്കായിരിക്കും. മഗ്‌രിബ് നിസ്കാരത്തിന് പള്ളി ഫുള്ളാളാ. എന്നാൽ പൊതുവെ 5 വഖത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠത കുറഞ്ഞത്, അല്പമെങ്കിലും ശ്രേഷ്ഠത കുറവുള്ള നിസ്കാരം ഏതാ? മഗ്‌രിബ് നിസ്കാരമാണ്. ശ്രേഷ്ഠത കൂടുതലുള്ള നിസ്കാരങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ശ്രേഷ്ഠത കുറവുള്ളതിനെല്ലാവരും കൂടെ ഓടിയെത്തും അല്ലേ. അതിനർത്ഥം മഗ്‌രിബ് നിസ്കരിക്കേണ്ടെന്നല്ല, എല്ലാ 5 വഖത്തും കൃത്യമായിട്ട് നിസ്കരിക്കണം. പ്രത്യേകിച്ച് മഗ്‌രിബ് കൃത്യമാക്കുക. സഹോദരിമാർ വീട്ടിൽ കൃത്യമായി നിസ്കരിക്കുക. ഞാനിത് പറയാൻ കാരണം നമ്മുടെ ചെറിയ കുട്ടികളുണ്ടല്ലോ, ചെറിയ കുട്ടികളെയൊക്കെ നിസ്കാരത്തിൽ നമ്മൾ പലപ്പോഴും അശ്രദ്ധവാന്മാരാണ്. എക്സാമിൻ്റെ പേര് പറഞ്ഞ്, ട്യൂഷൻ്റെ പേര് പറഞ്ഞ് മഗ്‌രിബ് നിസ്കാരം നിസ്കരിക്കണ്ട എന്ന രീതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ. ട്യൂഷന് പോയിക്കണ്ട, എന്താ മഗ്‌രിബിന് പിള്ളേനെ പള്ളിയിൽ കണ്ടില്ലല്ലോ ആൺകുട്ടീനെ. പെൺകുട്ടി വീട്ടിൽ നിസ്കരിക്കുക, പരീക്ഷയാണ്, ട്യൂഷനാണ്. ഇവിടെ ഒരു 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. ആ പരീക്ഷയിൽ അള്ളാഹുവിൻ്റെ ഒരു കാവലില്ലെങ്കിൽ, പടച്ചോൻ ബുദ്ധി കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടി ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരി, ഇനി അങ്ങനെ ജയിച്ച് നേടുന്ന ആ വിജയം ആത്യന്തികമായൊരു വിജയമാണ്. ആ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിച്ചത് ക്ലിയർ അല്ലേ?
മഗ്‌രിബ് നിസ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് ആ പ്രായപൂർത്തി എത്തിയ കുട്ടി ട്യൂഷന് പോയി പഠിക്കുകയാണ്. അവൻ മഗ്‌രിബ് നിസ്കരിക്കുന്നില്ല എങ്കിൽ ആ കുഞ്ഞ് പഠിക്കുന്നതിൽ പിന്നെ എന്ത് ബർക്കത്തുണ്ടാകാനാ? മാതാപിതാക്കളപ്പോൾ നേർവഴി കാണിച്ചു കൊടുക്കണം അവർക്ക്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ മഗ്‌രിബ് ഇശാ കൂടെ അങ്ങ് ജമ്മാക്കി കളയരുത്. എങ്ങനെയാ? മഗ്‌രിബിൻ്റെ സമയത്ത് പണി തീർന്നിട്ടുണ്ടാവില്ല. ചില ആളുകൾ എന്താണ്, അടുക്കളയിൽ ഒരു രക്ഷയില്ല, പുറത്തോട്ടിറങ്ങാൻ ഭയങ്കര പാടാണ്. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ എൻ്റെ പെണ്ണുങ്ങളൊന്ന് അടുക്കളയിൽ നിന്ന് കയറാൻ ദ്വാരക്കണം. ഇതുവരെ കേൾക്കാത്തൊരു ദ്വാവസ്യത്താണത്. എൻ്റെ പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്നൊന്ന് കയറാൻ ദ്വാരക്കണം എന്നാണ്. സാധാരണ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്, ഈ അടുക്കള പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന പെണ്ണുങ്ങളെയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. എൻ്റെ കെട്ടിയുള്ള അടുക്കളയിൽ നിന്ന് ഒന്ന് കയറാൻ ദ്വാരക്കണം എന്നാണ്. രാവിലെ കയറിയ കിടക്കപ്പായിൽ എത്തേണ്ടത് വരെ ഒക്കെ അടുക്കള. എന്തെങ്കിലും ഇപ്പോൾ ഒരു കെട്ടിയും വിളിക്കും, പാടി നമുക്ക് പുറത്തോട്ട്, ഈ അടുക്കളയിൽ പണിയുണ്ട്. മോളുടെ പ്രസവം നോക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയത്രേ ഈ സഹോദരിയെ. സ്വന്തം മോള് പ്രസവിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഈ സഹോദരി ഇങ്ങനെ ഇരിക്കുകയാണ്. മോളുടെ അടുത്തപ്പോൾ മോള് ചോദിച്ചു, എന്തോ ഇങ്ങനെ ഇരിക്കണേ? എന്താണ് അടുക്കളയുടെ അവസ്ഥ, എന്താണ് മോളെ? ഒന്നും ഒന്നും അറിയാൻ പാടില്ലല്ലോ. അടുക്കളയൊക്കെ ആകെ ഇടങ്ങേറായി കിടപ്പുണ്ടാവും. അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലേ? അങ്ങനെ ഈ മഗ്‌രിബിൻ്റെ നേരത്തും അടുക്കള പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ലാസ്റ്റ് ഇശാഹിനോട് അടുത്ത സമയത്ത് ഓടിപ്പോയി ഒന്ന് കുളിച്ച് ആ ഇരുത്തവിടെ ഇരുന്ന് ഇശാ നിസ്കരിച്ച് എണീറ്റ് വരും. അങ്ങനെയല്ല. നമ്മുടെയൊക്കെ പഴയ ഉമ്മമാരും വലിയമ്മമാരൊക്കെ എങ്ങനെയായിരുന്നു? മഗ്‌രിബ് വിളിച്ചാൽ അവർ നേരെ മഗ്‌രിബ് നിസ്കരിക്കാൻ കയറും. പിന്നെ ദിക്റും സ്വലാത്തും ഹദ്ദാദും എല്ലാം മനോഹരമാക്കിയിട്ട് ഇശാം കൂടെ നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് വരും. അല്ലാതെ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് നിസ്കരിക്കുന്നൊരു സ്വഭാവമല്ല. ഡോക്ടർ രാവിലെയും ഉച്ചക്കും നിങ്ങളോട് ഗുളിക കഴിക്കാൻ പറഞ്ഞു നോക്കാം, ഒരു രോഗം വന്നിട്ട്. അപ്പോൾ ഒരാൾ രാവിലത്തേത് സമയം കിട്ടണില്ല, ആകെ തിരക്കാണ്. അപ്പോൾ ചോറ് കഴിക്കുന്നതിന് മുമ്പ് രാവിലത്തെ ഗുളികയും കഴിച്ചു, ചോറ് കഴിച്ചിട്ട് ഉച്ചക്കത്തെ ഗുളികയും കഴിച്ചു. അങ്ങനെ പറ്റുമോ? അങ്ങനെ കഴിച്ചാൽ ആ കോഴ്സ് ശരിയാവൂലല്ലോ. അതുപോലെ ഓരോ 5 വക്തത്തിന് സമയമുണ്ട്. ആ സമയം കൃത്യമാക്കി അള്ള തന്നിട്ടുണ്ട്. അള്ള നമ്മളോട് വർത്താനം പറയാനായിട്ട് കാത്തിരിക്കുകയാണ്. നമുക്കതിന് സമയമില്ല, നമുക്കതിന് നേരമില്ല. പിന്നെ എങ്ങനെയാണ് നിസ്കാരം കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുക? അപ്പോൾ കൃത്യമായി മഗ്‌രിബ് നിസ്കരിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും അനുസരണ ഇല്ലാതായി പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? നിസ്കാരമില്ലാത്ത മക്കളാകണതുകൊണ്ടാണ്. ഒരു പരിധിവരെ കാരണം അതാണ്. അതിൽ മാതാപിതാക്കളും കാരണമാണ്. നിങ്ങൾ മാതാപിതാക്കൾ അള്ളാഹ്ക്ക് വഴിപ്പെട്ടാൽ നിങ്ങൾക്ക് മക്കൾ വഴിപ്പെടും. അപ്പം നമുക്ക് ഒരുപാട് ചോദ്യം, നൂഹ് നബി അപ്പം അള്ളാഹ്ക്ക് വഴിപ്പെട്ടില്ലേ? നൂഹ് നബി അള്ളാഹ്ക്ക് വഴിപ്പെട്ടു. നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹ്ക്ക് വഴിപ്പെട്ടിട്ടില്ല. നൂഹ് നബിയുടെ ഭാര്യ കാഫിറത്തായിരുന്നു. അതുകൊണ്ട് ഒരു മോൻ വഴിപിഴച്ചുപോയി. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ രണ്ടുപേരും നന്നായാലും ചില സാഹചര്യങ്ങളിൽ മക്കൾ വഴിതെറ്റിയേക്കാം. അതിന് വേറെ കാരണങ്ങളുണ്ട്. ആത്യന്തികമായിട്ട് പറഞ്ഞാൽ ബാപ്പായും ഉമ്മായും അള്ളാഹ്ക്ക് വഴിപ്പെട്ടാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വഴിപ്പെടുന്നത് കാണാൻ പറ്റും. മനസ്സിലാവുണ്ടോ? ഈ സംഗതി പറയുമ്പോൾ കുറേ ആൾക്കാർ എപ്പോഴും ചോദിക്കണം, അപ്പോൾ നൂഹ് നബിയുടെ മോൻ പോയില്ലേ, നൂഹ് നബി നല്ല ആളല്ലേ എന്നാണ്. ഒരു ന്യായീകരണമാണ്. എന്നാലും നമ്മൾ നന്നാവില്ല എന്നാണ്. ഞങ്ങൾ നന്നായിട്ട് ഇപ്പോൾ പിള്ളേർ നന്നാവേണ്ടെന്നാണ് കുറേ ആൾക്കാരുടെ ഡയലോഗ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിൻ്റെ നബിയാണ്, ഷെയ്ഖുൽ അംബിയ ആണ്, അംബിയാക്കളുടെ ഷെയ്ഖാണ്. അംബിയാക്കളിൽ അത്രമേൽ മനോഹരമായി 950 കൊല്ലാണ് ദൈവത്തെ നടത്തിയത് നബി അല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ നൂഹ് നബിയുടെ ഭാര്യ കാഫിറത്തായിരുന്നു. ആ ഉമ്മയിൽ നിന്ന് ഒരു മോൻ വഴികേടാണ് പഠിച്ചത്. മനസ്സിലാവുണ്ടോ? ആ ഉമ്മ കൂടെ അള്ളാഹ്ക്ക് വഴിപ്പെട്ടിരുന്നെങ്കിൽ ആ മോൻ അങ്ങനെ ആവില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നിസ്കരിക്കുക, നമ്മൾ നല്ലത് കാണിച്ചു കൊടുക്കുക, നമ്മൾ അള്ളാഹുവിൻ്റെ വഴിയിലൂടെ നടന്നാൽ, നമ്മൾ തൗബ ചെയ്താൽ നമ്മുടെ മക്കൾ നമ്മളോട് മാപ്പ് പറയും. നമ്മളും നന്നായി നോക്കിയേ. അപ്പോൾ ഈ ശഅബാൻ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. റമളാൻ വരുമ്പോഴേക്ക് നമ്മൾ നന്നാകണം, മക്കൾ ഓട്ടോമാറ്റിക്കലായി നന്നാകുന്നത് കാണാൻ പറ്റും. ഓക്കെ, രണ്ടാമത് മഗ്‌രിബിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ശഅബാൻ മാസത്തിൽ പ്രത്യേകിച്ച് സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. സൂറത്ത് ദുഹാൻ്റെ മഹത്വമൊക്കെ നമ്മൾ പറഞ്ഞൂലേ, വലിയ അത്ഭുതമാണ്. പ്രത്യേകിച്ച് ശഅബാൻ ആദ്യത്തെ 15 രാവുകളിൽ 1 മുതൽ ദുഹാൻ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ 15 തവണ പാരായണം ചെയ്യണം. എന്നിട്ട് ചോദിക്കണതൊക്കെ അള്ള തരുന്നേ. നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ള തരും. അത്രമേൽ അത്ഭുതമാണ് ആ 8 ആയത്തുകൾ 15 പ്രാവശ്യം ഓതാന്ന് പറയുന്നത്. അതൊരിക്കലും മുടക്കരുത് കേട്ടോ, അത് കൃത്യമായിട്ട് പതിവാക്കണം. മൂന്നാമത്തെ എന്താണ്, ഈ മഗ്‌രിബിൻ്റെ സമയത്തെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചെറിയ കുട്ടികളെ പുറത്തിറക്കരുത്. എന്താ പ്രശ്നം? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് പിശാചുക്കൾ പാഞ്ഞോടി നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ചെറിയ കുഞ്ഞുങ്ങൾ പുറത്തുണ്ടെങ്കിൽ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ,
രാത്രിയിൽ ഉറങ്ങണില്ല കുട്ടി, ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അർദ്ധരാത്രി ആകുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എണീക്കുക, ഉമ്മി എന്ന് വിളിച്ച് കരയുക, ഒരു കാരണമില്ലാതെ വെറുതെ നിലവിളിക്കുക. പിശാചിൻ്റെ ഉപദ്രവ ആ കുട്ടിക്ക് ഏറ്റിട്ടുണ്ടാകണം. എന്തോരം മരുന്ന് കൊടുത്തിട്ടും അത് മാറണില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മഗ്‌രിബിൻ്റെ സമയത്ത്, മഗ്‌രിബ് മുതൽ ഇശാ വരെയുള്ള ആ സമയത്ത് കുഞ്ഞ് പുറത്തിറങ്ങി നിൽപ്പുണ്ടോ? ഉസ്താദെ അപ്പോൾ ട്യൂഷന് പോകണം, ഒരു കല്യാണത്തിന് പോകണം, എങ്ങനെ? അതെ, ട്യൂഷനൊന്നും പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കല്യാണത്തിന് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ട മന്ത്രങ്ങളൊക്കെ മന്ത്രിച്ചിട്ട് പുറത്തേക്ക് ഇറക്കുക. ആയത്തുൽ കുർസി ഓതി കുഞ്ഞിൻ്റെ ശിരസിൽ ഊതി കൊടുത്തിട്ട് പുറത്തേക്ക് ഇറക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ ഇറങ്ങേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യുക. അല്ലാത്ത സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ മഗ്‌രിബിൻ്റെ ഇശായിൻ്റെ ഇടയിലുള്ള ആ സമയത്ത് പുറത്തിറക്കരുത് എന്നാണ്. ഒരു മണിക്കൂർ അടുക്കെയുള്ള സമയം, മഗ്‌രിബിൻ്റെ സമയം മുതൽ പുറത്തിറക്കരുത്. പിശാചുക്കൾ ഓടി നടക്കുന്ന സമയമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികൾ മടിയന്മാർ, അലസന്മാരായി പോകും. നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്, പിന്നാക്കം വരും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറവി രോഗം വരും. മറവി രോഗം വന്നാൽ അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് കുഞ്ഞിനെ ശിരസിൽ മന്ത്രിച്ചു കൊടുക്കണം കേട്ടോ. ഏതായാലും ഈ പുറത്തിങ്ങനെ ആ സമയത്ത് കുഞ്ഞുങ്ങൾ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ വലിയ അപകടം തന്നെയാണ്. ചില കുട്ടികളെക്കുറിച്ചൊക്കെ അങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ നമ്മളിങ്ങനെ അന്വേഷിച്ച് നോക്കിയാൽ, കുട്ടിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ വാപ്പ വെളുപ്പിനെ ജോലിക്ക് പോവും, മഗ്‌രിബിന് ശേഷമാണ് വരിക. അപ്പോൾ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റിയില്ലല്ലോ രാവിലെ. ആ ഒരു സങ്കടം തീർക്കാനായിട്ട് ആ മഗ്‌രിബിൻ്റെ ശേഷം കുഞ്ഞിനെയും കൊണ്ട് കടയിലേക്ക് പോയി സാധനങ്ങൾ മേടിക്കും. ഇത് പതിവാക്കാൻ തുടങ്ങി. പതിയെ കുഞ്ഞ് രാത്രി ഭയങ്കര കരച്ചിൽ, അട്ടഹസിച്ച് കരയുക. എന്താ കാരണം എന്ന് മനസ്സിലാകുന്നില്ല. അടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് ഇങ്ങനൊരു സംഗതി ഉണ്ടെന്ന് മനസ്സിലാകണത്. ആ സംഗതി നിർത്തി. പിന്നെ ഇശായിന് ശേഷം ഈ പുറത്തു പോക്കൊക്കെ കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നു. ഓതാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത് അതുപോലെ ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നാലാമത്തേതെന്ന് പറഞ്ഞാൽ, ഈ വളർത്തു മൃഗങ്ങളുണ്ടല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ, പേർഷ്യൻ ക്യാറ്റൊക്കെ ഇല്ലേ പലരുടെയും വീട്ടിൽ. ആടും കോഴിയൊക്കെ പണ്ടായിരുന്നു എന്നാണ്. എന്നാലും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആട്, പശുവുണ്ട്, കോഴിയുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ സ്വഭാവവിൽഹരിൽ ഒരുപാടുണ്ട്. ഇത്തരം മൃഗങ്ങളെയൊക്കെ മഗ്‌രിബോടുകൂടെ കൂട്ടിൽ കയറ്റാം. മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടാകരുത്, മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടാകരുത് ഇവരുടെയൊക്കെ പിന്നാലെ നടക്കാൻ. കൂട്ടിൽ കയറ്റണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇതിനൊക്കെ പിശാചിൻ്റെ ഉപദ്രവം ഏൽക്കാൻ ആ സമയത്ത് സാധ്യതയേറെയാണെന്നാണ്. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ മഗ്‌രിബിൻ്റെ സമയമായി കഴിഞ്ഞാൽ വാതിലും ജനലൊക്കെ അടച്ചു വെക്കാം. നമ്മൾ മനസ്സിലാക്കിയത് മഗ്‌രിബായി കഴിഞ്ഞാൽ മലക്കുകൾക്ക് കയറാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്നിടുന്നതാണ്. മലക്കുകൾ ഇപ്പോൾ കവറിൻ്റെ അകത്ത് വരെ വന്നെ, ആ മലക്കുകൾക്ക് ഇപ്പോൾ ഇനി വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ കയറാൻ പറ്റൂലേ? ചില വല്യമ്മമാർ പറഞ്ഞു, എന്തായാലും മഗ്‌രിബിൻ്റെ നേരായി ഉള്ളേ ആ വാതിലും ജനലൊക്കെ അങ്ങോട്ട് തുറന്ന് വരത്തിയിട്. അപ്പോൾ വാതിലും ജനലൊക്കെ അടച്ചിടണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തേ കാരണം? പിശാചകത്തേക്ക് കയറും. പിശാച് ആ സമയത്ത് ഓടി നടക്കുന്ന സമയമാണ്. അപ്പോൾ അടയ്ക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി അടയ്ക്കുക. വാതിൽ തുറക്കുമ്പോഴും ബിസ്മി ചൊല്ലി തുറക്കുക. ജനലടച്ചിടുക. വാതിൽ ചില ആൾക്കാരുണ്ട് വാതിലൊക്കെ അടച്ചിടും, എന്നാലും ജനലൊന്നും തുറന്നിടും. എന്താ, പിശാചിന് ജനലിൻ്റെ അകത്തൂടെ കയറാൻ പറ്റൂലേ? ബിസ്മി ചൊല്ലി അടക്കപ്പെട്ടതിലൂടെ പിശാച് പ്രവേശിക്കില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ രാത്രി സമയത്ത് അടിച്ചു വരുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ഈ വാതിലും ജനലൊക്കെ തുറന്നിടുക വഴി പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പൈസയുടെ ദാരിദ്ര്യം മാത്രമല്ല, മക്കൾ നന്നാകാതിരിക്കുക, അപകടങ്ങൾ ഉണ്ടാവുക, ഉപദ്രവങ്ങൾ ഉണ്ടാകുക, നിരന്തരം രോഗങ്ങൾ വരിക, ഇതൊക്കെ ദാരിദ്ര്യമാണ്. ഡെയിലി രാത്രി കുറേ ആൾക്കാരുണ്ട് അങ്ങനെ, രാത്രി ആയി കഴിഞ്ഞാൽ അവർ അടിച്ചു വരിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. വല്ലപ്പോഴും അങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്തു പോകുന്നതിനെ കുറിച്ചല്ല, ഡെയിലി രാത്രി പതിവായി അടിച്ചു വാരിയാൽ ആ വീട്ടിൽ നിന്നൊരു ബറക്കത്തില്ലാണ്ടാവും, ദാരിദ്ര്യം കടന്നു വരും. ചിലപ്പോൾ നല്ല പൈസയൊക്കെ ഉണ്ടാവും, പക്ഷേ സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ വിശദീകരിച്ച് തരുന്നത് കാണാം. അതിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് അനാവശ്യമായി ഭക്ഷണം വേസ്റ്റാക്കുക എന്ന് പറയുന്നത്. അനാവശ്യമായിട്ട് ഭക്ഷണം വേസ്റ്റാക്കുക. ഭക്ഷണം വേസ്റ്റാക്കുന്ന കുടുംബം മുടിഞ്ഞു പോവും. ഒരു സമാധാനം അവിടെ കിട്ടൂല കേട്ടോ. അള്ളാഹുവിൻ്റെ ശാപമിറങ്ങാൻ, മലക്കുകളുടെ ശാപമിറങ്ങാൻ ഒക്കെ കാരണമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഭക്ഷണത്തെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഭക്ഷണത്തോട് മര്യാദ കാണിക്കുക. ആവശ്യത്തിനിട്ട് കഴിച്ചാൽ മതി. ഇതൊരു ലോഡിട്ട് അങ്ങ് നിറച്ച് വെച്ച് ലാസ്റ്റ് കൊണ്ടുപോയി വേസ്റ്റാക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ ദാരിദ്ര്യം വന്നു ഭവിച്ച ആളുകൾ ഇങ്ങനെ സമാധാനമില്ല. ഈമാനിൽ ദാരിദ്ര്യം വന്നവർ, കുടുംബത്തിൽ ദാരിദ്ര്യം വന്നവർ, ഞാൻ പറഞ്ഞല്ലോ പൈസ ഇല്ലായ്മ മാത്രമല്ല സമാധാനം ഇല്ലായ്മയും ദാരിദ്ര്യമാണ്. അങ്ങനെ വന്നവർ സൂറത്തുൽ വാഖിയ പതിവാക്കുക. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ, ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരു അത്ഭുതം നിറഞ്ഞ ഇസ്മുണ്ട്. ഏതാണ് ആ ഇസ്മ? യാ ഹയ്യു യാ ഖയ്യൂം. ഇസ്മുൽ അഅ്ലമാണെന്ന് പോലും അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിച്ച, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത മനോഹരമായ ഇസ്മ യാ ഹയ്യു യാ ഖയ്യൂം. ഇപ്പോൾ നിങ്ങൾ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നുണ്ടല്ലോ, ആ ആയത്തുൽ കുർസിയിലുണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം.
കണ്ടോ, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ എല്ലാത്തിനും കഴിവുള്ളവനായ റബ്ബേ അല്ലേ. അതിൽ ചൊല്ലുന്ന സമയത്തുള്ള ബോധ്യം എന്താണ്? എനിക്കൊരു കഴിവില്ല എന്ന് വേണം. എനിക്കൊരു കഴിവില്ല, എന്നെ കൊണ്ടൊന്ന് അനങ്ങാൻ പോലും പറ്റൂല, ചൊല്ലാനും പറ്റൂല, പറയാനും പറ്റൂല, ഒന്നിനും പറ്റൂല. കഴിവുള്ളവൻ നീ മാത്രമാണല്ലോ. ഞാൻ നിൻ്റെ ദുർബലനായ ഒരു അടിമയാണ്. നീ തന്നാലുള്ളൂ അടച്ചോനെ. ഈ ഇസ്മ ധാരാളം, ഇന്ന എണ്ണൊന്നില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഒരു 33 അങ്ങനെ മനസ്സറിഞ്ഞ് ഈ ഇസ്മ ഒന്ന് ചൊല്ലി നോക്ക്. നിങ്ങളുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്ക്. വീട്ടിലെ ദാരിദ്ര്യം പതിയെ പതിയെ ഇല്ലാതാകുന്നത് നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ ട്യൂഷൻ്റെ പേരിലാകട്ടെ എന്തിൻ്റെ പേരിലാകട്ടെ ഈ നിസ്കാരമില്ലാത്തവരായി മാറ്റുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ പുറത്തേക്ക് പോകേണ്ട ഒരു ഘട്ടം വന്നാൽ ഓതേണ്ട കാര്യങ്ങളൊക്കെ ഓതി മന്ത്രിച്ചു കൊടുത്തതിന് ശേഷം മാത്രം വിടുക. ഇല്ലെങ്കിൽ അത് പരീക്ഷയെ പോലും ബാധിക്കും. എക്സാമിന് പോലും കുഞ്ഞിന് ഓർമ്മശക്തിയില്ല, ബുദ്ധിശക്തി ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് ഷാബാനിൽ മാത്രം നടക്കേണ്ട സംഗതിയൊന്നും അല്ല കേട്ടോ. എപ്പോഴും ഇത് ഷാബാനിൽ അങ്ങ് തുടങ്ങുക. നമ്മൾ അശ്രദ്ധമായി പോകുന്ന മുത്തുനബി പഠിപ്പിച്ച മാസമാണ് ഷാബാൻ. ഈ മാസത്തിലേ അങ്ങ് തുടങ്ങുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ദുആ തന്നെയാണ്. ദുആ ഇരിക്കുമ്പോൾ നമ്മുടെ വാപ്പാനെയും ഉമ്മാനെയും മറക്കരുത് കേട്ടോ. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്തില്ലെങ്കിൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാവും. നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യുക. ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ, അവർ നിങ്ങളെ വേദനിപ്പിച്ചവരാകട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അവർക്ക് വേണ്ടി ഇതായിരുന്നു. അള്ളാഹ് നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കും എന്നാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന റജബിലെ ചോദ്യം നമ്മൾ ചോദിച്ചു അല്ലേ. റജബിൽ എല്ലാ ദിവസവും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആയിരക്കണക്കിന് കമൻറ്റ്സാണ്. അതിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കണം. ഇത്തിരി കഷ്ടപ്പാടുള്ള പണിയാണ് അല്ലേ. ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. മുഹമ്മദ് കീത്തോട്, മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുഹമ്മദ് കീത്തോട് എന്ന് പറയുന്ന സഹോദരൻ്റെ ജീവിതത്തിൽ അള്ളാഹു ഹൈർ നൽകട്ടെ. നമ്മുടെ താഴെ കാണുന്ന റിലീഫ് നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലെ ആദ്യത്തെ നമ്പറിലേക്ക്, അതായത് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്ത കമൻസുകളുണ്ടല്ലോ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കമൻറ്റ് മതി. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ മെസ്സേജ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഹദിയ വന്നെത്തുന്നതായിരിക്കും. ബാക്കിയുള്ളൊരു സങ്കടപ്പെടണം കേട്ടോ. ഇനിയും കിടക്കുകയല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ മുമ്പ് ആഴ്ചയിൽ 1000 സമ്മാനമായി നൽകിയിരുന്നത്, അതിൻ്റെയൊക്കെ പേരിൽ എന്നെ ഇരുന്ന് വട്ടം കൂടിയിരുന്ന് ചീത്ത പറയുന്ന കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. അള്ളാഹു പുറത്തു തരട്ടെ. പിന്നെ ചില ആളുകളോട് നമ്മൾ ചില വിഷയങ്ങൾ പറയുമ്പോൾ ഉപദേശത്തിൻ്റെ സ്വരത്തിൽ പറഞ്ഞാൽ നന്നാവില്ല. ചില ആൾക്കാരുണ്ടെന്നേ, അവർക്ക് നല്ലത് പറഞ്ഞാലേ നന്നാവുള്ളൂ. കൃത്യമായിട്ട് ബോധം വെക്കണമെങ്കിൽ, നാട്ടുകാരും വീട്ടുകാരൊക്കെ മനസ്സിലാക്കി പറയുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു താത്ത നന്നായത്. പക്ഷെ അത് പുറത്ത് പറയൂല. റസാവുള്ള ഉസ്താദിനെ പറയൂല. പറയുമ്പോൾ മറ്റേ ഉസ്താദ് പറഞ്ഞിട്ടാണ് നന്നായത് എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ് പാവം അതങ്ങനെ ആ സങ്കടം അങ്ങ് തീർക്കുകയാണ്. അതാണ് വീണ്ടും 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 അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞിട്ട് നന്നാകുകയാണെങ്കിൽ ഇച്ചിരി മുമ്പേ നന്നാകണമായിരുന്നു. അപ്പോഴൊന്നും നന്നാകാതെ നമ്മൾ 2 വർത്താനം പറഞ്ഞപ്പോഴാണ് നന്നായത്. ആര് പറഞ്ഞതാണെങ്കിലും, ഇനിയിപ്പോൾ ഏത് ഉസ്താദ് പറഞ്ഞിട്ടാണെങ്കിലും നന്നായല്ലോ, നന്നായി എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇതൊക്കെ തന്നെയാണ് കാണിക്കേണ്ടത്. അങ്ങനെ ഇതൊക്കെ ഒരു കണ്ടൻറ്റുകൾക്ക് വേണ്ടി മാത്രമാകരുത്. മനസ്സിലാവുന്നുണ്ടോ? കണ്ടൻറ്റുകൾക്ക് വേണ്ടി മാത്രമാകരുത്. കണ്ടൻറ്റിനോടെ ക്ഷാമമില്ല. എന്തോരം പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ആണുങ്ങൾ എന്തെല്ലാം തോന്നിവാസം കാണിക്കുന്നു അല്ലേ. പക്ഷെ നമ്മൾ മുസ്ലിങ്ങളല്ലേ, നമുക്ക് ചില കൃത്യമായ കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നൊരു കാര്യം, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹിനോട് പറഞ്ഞോളാം, അങ്ങനെയൊന്നും പോരാ. രഹസ്യമായി ചെയ്യുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞോ. പരസ്യമായി ചെയ്യുന്നതാണെങ്കിൽ ആലിമീങ്ങൾ അറിയുന്നവരതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. ഇസ്ലാമിൻ്റെ പേരിൽ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കൂത്തുവാണെങ്കിലും കാണിച്ചു, ഒരു കുഴപ്പമില്ല. അതിനിടയിൽ ഇസ്ലാം കുത്തിക്കേറ്റാണ്ടിരുന്നാൽ മതി. അത്രയുള്ള നമ്മുടെ താല്പര്യം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന വിഷയം 11,000 രൂപ അദ്ദേഹത്തിന് സമ്മാനമായി എത്തിക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകട്ടെ. ബാക്കിയുള്ളൊരു വിഷമിക്കേണ്ട, ഇനിയും കിടക്കല്ലേ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. അപ്പോൾ ഷാബാനിൽ നമ്മൾ 11,000 രൂപ സമ്മാനമായി നൽകുകയാണ്. എന്താണ് ചോദ്യം? അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ, ഇത് ക്രോഡീകരിച്ചത് ആരാണ്? ഇത് 1 മുതൽ അവസാനം വരെയുള്ള ആ 99 നാമങ്ങളുണ്ടല്ലോ, അത് ആ ഓർഡറായിട്ട് ക്രോഡീകരിച്ച് രേഖപ്പെടുത്തിയത് ആരാണ് എന്ന് കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പലരും ഹദിയകൾ ചെയ്യുന്നുണ്ട്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 2 കുടുംബത്തെ നമ്മൾ ഏറ്റെടുക്കുകയാണല്ലേ ഈ പരിശുദ്ധ മാസങ്ങളിൽ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പിന്നെ രാത്രി കൃത്യം 7 മണിക്കാണ് മജ്‌ലിസ്. ഒരിക്കലും മുടക്കരുത് കേട്ടോ. ഇത് പതിവാക്കണം, അശ്രദ്ധമായി പോകരുത്. മുത്തുനബി സങ്കടപ്പെട്ട വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി
സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിസ്ല സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, പടച്ചവനെ, നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലാ. നീ കൈവടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. മുറാദുകളെല്ലാം ഹാസുലാക്കണേ അല്ലാ. സങ്കടങ്ങളെല്ലാം അകറ്റണേ അല്ലാ. ഒരുപാട് കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളിലെല്ലാം വന്ന സങ്കടങ്ങൾ, അവരുടെ കൽബിലുള്ള സങ്കടങ്ങൾ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളടക്കം എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ മദ്രസയിലാകട്ടെ സ്കൂളുകളിലാകട്ടെ എല്ലായിടത്തും ഉന്നത വിജയം നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ കൊടുക്കണയല്ല. എത്രയോ ആൾ റസാവ്ളോ ഉസ്താദെ എന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട് പലയിടങ്ങളിൽ നിൽക്കുമ്പോൾ. യാ റബ്ബന, അവരുടെയൊക്കെ സങ്കടങ്ങൾ പറയുന്നവരുമുണ്ട്. എന്നാൽ അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ആലുവയിൽ വെച്ചൊരു സഹോദരനെ കണ്ടിരുന്നു. അൽഹംദുലില്ലാ, അദ്ദേഹവും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. അങ്ങനെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കട്ടെ. അതുപോലെ പതിവായി കമൻറ്റ് ചെയ്യുന്നവർ, അവരുടെ ഒരു സഹോദരി, അവരുടെ ഭർത്താവിന് മാനസിക രോഗമാണ്, ജോലിക്ക് പോകുന്നില്ല, അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ. അങ്ങനെ തുടങ്ങി എന്തെല്ലാം സങ്കടങ്ങളുണ്ടോ യാ റബ്ബന, എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ തമ്പുരാനെ. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാഹു ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.